പാഠം 1053 ഒരു ഒളിച്ചോട്ട കഥ. ഹലോ, മോനിഷ സാറിന്റെ വീടല്ലേ? അതെ. സാറിനൊന്ന് കൊടുക്കാമോ? ആരാ? ഞാൻ കുന്നുംപുറത്തെ സുധാകരനാണ്. ഞാൻ കൊടുക്കാം. മോനട്ടാ. കുന്നുംപുറത്തെ സുധാകരനാ. എന്താണ് സുധാകര? എനിക്ക് സാറിന്റെ ഒരു സഹായം വേണമായിരുന്നു. എന്ത് സഹായം? അച്ഛന് 2 ദിവസം നല്ല സുഖമില്ല. ആശുപത്രി കൊണ്ടുവന്ന് നോക്കിയിട്ട് അച്ഛൻ സമ്മതിക്കൊന്നുമില്ല. അതിന്റെ ഒന്നും കാര്യമില്ലെന്ന് അച്ഛൻ പറയുന്നേ. പക്ഷേ ആശുപത്രി കൊണ്ടുപോകാതെ പറ്റില്ല സാറേ. സാറെന്ന് പറഞ്ഞാൽ അച്ഛൻ കേൾക്കും. അതിനെന്താ, ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴി വീട്ടിലേക്ക് വരാം. മതി. അച്ഛന് സാറിന് വലിയ വിശ്വാസാ, അതുകൊണ്ടാ. എനിക്കറിയാം. സുധാകരന്റെ അച്ഛൻ ശങ്കരൻകുടി ചേട്ടന് സുഖമില്ല. ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കെ മോഹനൻ സാറ് പറഞ്ഞാലേ അനുസരിക്കുമെന്ന്. ഇതാണ് ഭാമയെ നാട്ടുകാർക്ക് കെ മോഹനൻ സാറിനുള്ള വിശ്വാസം. ഞാൻ എന്തു പറഞ്ഞാലും അതവർക്ക് വേദവാക്യമാണ്. മോഹനേട്ടനെ മാത്രമല്ല, എന്നെ നാട്ടുകാർക്ക് വലിയ വിശ്വാസം. എന്താണ്? എന്തെല്ലാം കാര്യത്തിന് ആളുകൾ എന്റെ അടുത്ത് ഉപദേശം ചോദിക്കാറുണ്ടെന്ന് അറിയാമോ? ഞാൻ എന്ത് പറഞ്ഞാലും നാട്ടുകാർ അതെല്ലാം വിശ്വസിക്കും. ഒരു വക്കീലായ നിന്നേക്കാൾ വില്ലേജ് ഓഫീസറായി എന്നെ തന്നെ ആയിരിക്കും ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസം. ഇപ്പോ ഞാൻ ശങ്കരൻകുടി ചേട്ടന്റെ വീട്ടിൽ ചെന്നിട്ട്, ശങ്കരൻകുടി ചേട്ടാ നോക്ക്, ആശുപത്രിയിൽ പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അത് പറയുന്നപ്പുറം ഇല്ല എന്ന് പറയും. അപ്പഴേ ഇറങ്ങി ആശുപത്രി പോക്കളയും. സാറേ, ഉത്തമന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഞാൻ എന്തു പറഞ്ഞത്, കെ മോഹനൻ സാർ എന്ത് പറഞ്ഞാൽ അയ്യോ അങ്ങനെ തന്നെ സാറേ എന്നങ്ങ് പറയും. അതിപ്പോ ഞാൻ പറഞ്ഞാൽ ഉത്തമൻ സമ്മതിക്കും? ഒരിക്കലുമല്ല. നീ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയാണോ സാറേ എന്ന് ഉത്തമൻ എന്നോട് ചോദിക്കും. എന്നിട്ട് മാത്രമേ ഉത്തമൻ വിശ്വസിക്കൂ. ചുമ്മാ ആളാവാനിക്കല്ലേ. ശരി, ഒരു കാര്യം ചെയ്യും. ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത കാര്യം ഇപ്പൊ മോഹനേട്ടൻ ഉത്തമനെടുത്ത് പറയുന്നു. ഒരു സംശയമില്ലാതെ ഉത്തമൻ അത് വിശ്വസിച്ചാൽ മോഹനേട്ടൻ പറഞ്ഞതല്ല ഞാൻ അംഗീകരിക്കാം. ശരി, നമസ്കാരമുണ്ട് സാർ. നമസ്കാരം സാറേ, പഞ്ചായത്ത് മെമ്പർ ഗോപാലൻകുട്ടി ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാണ്. പഞ്ചായത്ത് മെമ്പറെ ഗോപാലൻകുട്ടി ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാണ്. ഈ പഞ്ചായത്ത് ഓഫീസ് ഇരിക്കുന്ന കെട്ടിടം പൊളിച്ചു പണിയാൻ തീരുമാനമായിട്ടുണ്ട്. കെ മോഹനൻ സാറിന്റെ അടുത്ത് നിന്ന് എന്തോ കാര്യം ചോദിച്ച് മനസ്സിലാക്കാറുണ്ടെന്ന് പറഞ്ഞു. കെ മോഹനൻ സാറിനോടെ എന്തോ കാര്യം ചോദിച്ച് മനസ്സിലാക്കാറുണ്ടെന്ന് ഗോപാലൻകുട്ടി ചേട്ടൻ പറഞ്ഞു. അപ്പോ ഒരു കാര്യം ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ വില്ലേജ് ഓഫീസർ കെ മോഹനൻ സാറിനെ വിളിച്ച് ചോദിക്കണമെന്ന് പഞ്ചായത്ത് മെമ്പർ ഗോപാലൻകുട്ടി ചേട്ടന് പോലും. അപ്പൊ പിന്നെ നാട്ടിലെ സാധാരണക്കാരുടെ കാര്യം എന്ത് പറയാനാ? ഇനിയിപ്പോ മത്സരമൊന്നും വേണ്ടല്ലോ. മത്സരം എന്തെന്ന് മത്സരം? അതെ, മത്സരം തുടങ്ങിയിട്ടില്ല. നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇതല്ല. മോഹനേട്ടൻ എന്ത് പറഞ്ഞാലും നാട്ടുകാർ വിശ്വസിക്കുമെന്നാണ്. മോഹനേട്ടൻ ഒരു കാര്യം നാട്ടുകാർ വിശ്വസിക്കുമെന്ന്. ഇപ്പൊ മോഹനേട്ടൻ ഉത്തമന്റെ അടുത്തൊരു കാര്യം പറ. ഉത്തമ വിശ്വസിക്കാൻ നമുക്ക് നോക്കാലോ. ശരി, എന്താണ് വക്കീലെ പ്രശ്നം? എന്താ പ്രശ്നം? ഉണ്ട്. എന്താണ് ഞാൻ പറയാം? ഞാൻ ഉത്തമനോട് ഒരു കാര്യം ചോദിക്കാൻ പോവുകയാണ്. അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തമൻ അതിനൊരു ഉത്തരം പറയണം. എന്താണ് സാർ? പറഞ്ഞോ, ചോദിക്കട്ടെ. അതായത് എന്റെ പേര് കെ മോഹനൻ സാർ എന്നാണ്. ആണല്ലോ, അതിലെന്തോന്ന് സംശയം? തീർന്നല്ലോ പ്രശ്നം. ഞാൻ പറഞ്ഞത് ഉത്തമൻ കണ്ണു മടച്ചങ്ങ് വിശ്വസിച്ചു. കഴിഞ്ഞില്ലേ? ഉത്തമ, ഒരു മിനിറ്റ് നിക്കണേ, ഞാൻ ഇപ്പൊ തിരിച്ചു വരാം. എന്താണ് നിക്ക്, മോഹനേട്ടൻ വന്നേ. ഇവിടെ ഇപ്പൊ എന്തായാലും ഇരിക്ക പോയ അതും പ്രശ്നമാവും. എന്താടാ മോഹനേട്ടൻ പേര് ഉത്തമൻ എന്താ നേരത്തെ അറിഞ്ഞൂടെ? ആണോ? പക്ഷെ ഞാൻ ഇന്ന് വരെ പറയാത്തൊരു കാര്യം പറയണമെന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്റെ പേര് കെ മോഹനൻ സാറാണ് എന്ന് ഞാൻ ഇതുവരെ ഉത്തമനോട് പറഞ്ഞിട്ടില്ല. മോനേട്ടാ, പക്ഷെ ഉത്തമനത് അറിയാവുന്ന കാര്യമാണ്. അറിയാത്ത കാര്യം പറയണം എന്ന് വെച്ചാ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് ഒരു സംശയമില്ലാതെ ഉത്തമൻ അത് വിശ്വസിക്കണം.
അപ്പോഴല്ലേ മോഹനേട്ടൻ പറഞ്ഞ ന്യായം ശരിയാവുള്ളൂ. ഇല്ലാത്ത കാര്യം. ആ, അതായത് മോഹനേട്ടന്റെ വാക്കാണല്ലോ എല്ലാ ആളുകൾക്കും വിശ്വാസം എന്ന് പറഞ്ഞത്. തീർച്ചയായും. അപ്പൊ പിന്നെ മോഹനേട്ടൻ എന്ത് പറഞ്ഞാൽ അവര് വിശ്വസിക്കണമല്ലോ. ഒരു കാര്യം ചെയ്യും, ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് ഞാൻ ഈ സത്യഭാമ ഉത്തമനെ വിശ്വസിപ്പിക്കുന്നത് വേണമെങ്കിൽ മോഹനേട്ടൻ ഒന്ന് കണ്ടോ. അപ്പോൾ മോഹനേട്ടന് മനസ്സിലാവും എന്റെ വില. ഇല്ലാതെ കാര്യം ഒരാൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറയാം. ആര്? ഏതെങ്കിലും മന്ത്രിമാരായാലോ? അല്ല, വേണ്ട 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 വേണ്ട, മോഹൻലാൽ. മോഹൻലാൽ എന്നെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഉത്തമനെ വിശ്വസിപ്പിക്കുന്നത് മോഹനേട്ടൻ കണ്ടു. എങ്ങോട്ടാ? എന്റെ കൂടെ വരണ്ട, ഇവിടെ നിന്ന് മാറി നിന്ന് കേട്ടാ മതി. ഇല്ലെങ്കിൽ സാർ എന്തെങ്കിലും തരികട കാണിക്കും. എനിക്ക് ഉത്തമന് ചില സഹായങ്ങൾ വേണ്ടി വരും. എന്താണ് വക്കീലെ പറഞ്ഞാ മതി. അതായത് ഞാൻ ഇപ്പൊ ഈ പറയാൻ പോകുന്ന കാര്യം ഉത്തമൻ വേറെ ആരുടെ അടുത്തും പറയാൻ പാടില്ല. നാട്ടിൽ അറിഞ്ഞ വലിയ പ്രശ്നമാവും. വക്കീൽ കാര്യം എന്താന്ന് വെച്ചാ പറ. ഉത്തമൻ സിനിമയൊക്കെ കാണാറുണ്ടോ? സിനിമയൊക്കെ വല്ലപ്പോഴൊക്കെ കാണാറുണ്ട്. ഏറ്റവും അവസാനം കണ്ട സിനിമ ഏതാണ്? അവസാനം കണ്ടത് പുലിമുരുകൻ. എനിക്ക് തോന്നി. അപ്പോ ഉത്തമന് മോഹൻലാലിനെ വലിയ ഇഷ്ടമാണ്. എന്റെ അമ്മ ഇഷ്ടമാണെന്ന്. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും. ലാലേട്ടൻ ഭയങ്കര സംഭവല്ലേ. ലാലേട്ടൻ അഭിനയിച്ച പല സിനിമയുടെ സംഭവങ്ങളും ഡയലോഗും എനിക്കിപ്പോ കാണാൻ പാടമാണ്. ശേഖര എനിക്കറിയല്ല. അപ്പൊ ശരി, ഉത്തമൻ ശരിക്കൊന്ന് ഞെട്ടം തയ്യാറായി. എന്താ ലാലേട്ടന് വല്ലതും പറ്റിയ? അതൊന്നുമല്ല, പിന്നെ സാക്ഷാൽ മോഹൻലാൽ ഇന്ന് വൈകിട്ടോടെ വരും. അതേന്ന് ഒരു കേസിന്റെ കാര്യത്തിനാ. ഞാൻ തന്നെ കേസ് വാദിക്കണമെന്ന് പുള്ളിക്കാരൻ ഒരേ നിർബന്ധം. പക്ഷെ വക്കീൽ ഓഫീസിലേക്ക് വന്നാൽ അത് ശരിയാവില്ലല്ലോ. പുള്ളിയെ കാണാനായിട്ട് ആള് കൂടില്ലേ. അപ്പൊ പിന്നെ ഈ കേസിന്റെ കാര്യം സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വൈകിട്ട് 6 മണിയാകുമ്പോഴേക്കും ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞിരിക്കുന്നേ. ആ പുള്ളിക്കാരനെ പോലെ ഒരാൾ വരുമ്പോ നമ്മള് കാപ്പിക്ക് എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണ്ടേ. കുറച്ചധികം സാധനങ്ങൾ വാങ്ങണം. അതിനെ ഞാൻ ഉത്തമന് സഹായം വേണമെന്ന് പറഞ്ഞത്. ഇതെന്താണ് ഞെട്ടില് മാറിയില്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യട്ടാ. എന്താ? വക്കീലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? എന്ത് പ്രശ്നം? അല്ല, ലാലേട്ടനെ പോലുള്ള ആൾക്ക് കേസുണ്ടായി കഴിഞ്ഞാൽ അത് വാദിക്കാൻ ഡൽഹിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്നുള്ള വക്കീലന്മാര് പറഞ്ഞു വരുമല്ലോ. പിന്നെന്തിനാണ് ഈ ഓണം കേറാ മൂലയിൽ ലാലേട്ടൻ വന്ന് വക്കീലിനെ കാണുന്നത്? വക്കീല് സ്വപ്നം കണ്ടതായിരിക്കും അല്ലേ? അല്ല, ചുമ്മാ ആളെ മെനക്കെടുത്തല്ലേ വക്കീലെ. എനിക്ക് പോയിട്ട് അത്യാവശ്യ കാര്യമുണ്ട്. പിന്നെ മോഹനേരി സാറിനോടെ ഗോപാലൻകുട്ടി ചേട്ടനെ കാണണമെന്ന കാര്യം ഒന്ന് സൂചിപ്പിക്കണേ വക്കീലെ. ലാലേട്ട വരാൻ പോകുന്നു ഈ വക്കീലിനെ കാണാൻ കഷ്ടം. അങ്ങനെയുണ്ട്. തലയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞാണ് ഉത്തമൻ ഇറങ്ങിപ്പോയത്. അത് മോഹൻലാലിന്റെ കാര്യം ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഉത്തമനെ വിശ്വസിച്ചാൻ. ഇതേ മോഹൻലാലിന്റെ കാര്യം ഞാനാണ് പറഞ്ഞിരുന്നെങ്കിൽ ഉത്തമൻ വിശ്വസിക്കുമായിരുന്നു. അതാണ് ഞാൻ നീ തമ്മിലുള്ള വ്യത്യാസം. മോഹനേട്ടൻ പറഞ്ഞാലും വിശ്വസിക്കാൻ പോകുന്നില്ല. നിന്റെ സംശയം ഇപ്പൊ തന്നെ തീർത്തേരാം. എങ്ങനെ? ഞങ്ങൾ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറി അലമ്പുണ്ടാക്കാൻ വരരുത്. ഇല്ല, പക്ഷെ ഞാൻ ഒളിഞ്ഞു നിൽക്കും. ഉത്തമ, പിന്നെ സാറേ, ഗോപാലൻകുട്ടി ചേട്ടന്റെ അടുത്ത് ഞാൻ എന്ത് പറയണം? സാർ ആഫീസിൽ പോണ വഴി ഗോപാലൻകുട്ടി ചേട്ടനെ കാണോ, അതോ ഗോപാലൻകുട്ടി ചേട്ടന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് കാണോ എന്ന് പറയണോ? അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇന്ന് വൈകിട്ട് ആരെങ്കിലും ഇവിടെ വരുന്ന കാര്യം ഭാമ ഉത്തമനോട് പറഞ്ഞായിരുന്നു. എന്താ ഇരിക്കുന്നത്? വക്കീല് പറയല്ലേ ഈ ഇന്ന് വൈകിട്ട് സാക്ഷാൽ മോഹൻലാൽ ഇവിടെ വരുമെന്ന്. വക്കീൽ എന്ത് പറ്റി സാറേ? വക്കീലിന് പ്രാന്ത്. അവൾക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പറഞ്ഞത് സത്യമാണ്. സത്യം. പക്ഷേ ശ്രീ മോഹൻലാൽ വരുന്നത് അവളെ കാണാനല്ല, പിന്നെ എന്നെ കാണാനാണ്. സാറിനെ കാണാനാ? എന്തിന്? അടുത്ത സിനിമയിൽ മോഹൻലാൽ ഒരു വില്ലേജ് ഓഫീസറായിട്ടാണ് അഭിനയിക്കുന്നത്. സത്യസന്ധനും മാന്യനുമായ ഒരു വില്ലേജ് ഓഫീസറായിട്ട്. സാധാരണ അദ്ദേഹം എല്ലാ സിനിമകളും ചെയ്യുന്നതിന് മുൻപ് കഥാപാത്രത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ചില ആളുകളെ പോയി കാണാറുണ്ട്. നമ്മുടെ കളക്ടറുമായിട്ട് ശ്രീ മോഹൻലാൽ നല്ല പരിചയമാണ്.
ഈ വില്ലേജ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിക്കാമെന്ന് അദ്ദേഹം കളക്ടറോട് ചോദിച്ചപ്പോ കളക്ടറാണ് കെ മോഹനകൃഷ്ണന്റെ പേര്. ഒരു സത്യസന്ധനായ വില്ലേജ് ഓഫീസർ എങ്ങനെയായിരിക്കണമെന്ന് പഠിക്കാനാണ് ശ്രീ മോഹൻലാൽ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇത് സത്യം തന്നെ സാറേ? വിശ്വസിക്കൂല. ഞാൻ നിങ്ങളെ പറയണം, ശ്രീ മോഹൻലാൽ വരുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോ ഭാമ ഇവിടെ അന്തം വിട്ട് നടക്കുക. ഉത്തമനോട് ആ കാര്യം പറയാൻ അവൾ എന്നോട് പറഞ്ഞതാ. പക്ഷേ എനിക്ക് ഈ സിനിമാ നടന്മാരെ കാണുന്നൊന്നും അത്ര വലിയ കാര്യമായിട്ട് തോന്നിയിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാറുന്നത്. സാറേ, ഈ മോഹൻലാലൊക്കെ എന്ന് പറഞ്ഞ ചെറിയ ആളാണ്. സാറേ, മോഹൻലാൽ വരുന്ന കാര്യം എന്റെ അടുത്ത് പറയായിരുന്നു. ഈശ്വര, ഈ മോഹൻലാലിനെ കാണുക എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഭയങ്കര സ്വപ്നമാണ്. പിന്നെ സാറ് വേറെ ഒന്നും പേടിക്കണ്ട. പിന്നെ ഈ വൈകുന്നേരത്തിന് മുമ്പ് ഈ വാങ്ങാനുള്ള സാധനത്തിന്റെ ലിസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ച് പറയാം, വക്കീലെടുത്ത് പറഞ്ഞാൽ മതി. ഇല്ല, ഞാൻ ഏറ്റ്. കേമോനെ സാർ, ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല. വാന്റെ അമ്പോ ഭയങ്കര സാധനം തന്നെ. എല്ലാ സംഭവങ്ങളും ഞാൻ തന്നെ ചെയ്തോളാം. എല്ലാം വിളിച്ച് പറഞ്ഞാൽ മതി. ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ? ഇതിലൊക്കെ ഇപ്പൊ എന്തിരിക്കുന്നു? അയ്യോ, എന്തിനാണ് നീ ഒളിച്ചോടിയത്? ഞാൻ ഒളിച്ചോടില്ലല്ലോ. ഞാൻ ഒളിച്ചോടിയതല്ല. മോഹനന്റെ അഭിസഭ നേരമായല്ലോ, ഷർട്ട് കൊണ്ട് തേച്ചില്ലല്ലോ എന്നൊക്കെ ഓർത്തപ്പോ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നതാ. ഭാമേ, എന്താ? നീ ഒരു വക്കീലാണ്, ഞാൻ ഒരു വില്ലേജ് ഓഫീസർ. മോഹൻലാലിനെ പോലൊരാൾ നിന്നെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഉത്തമൻ പറഞ്ഞു നീ കേട്ടല്ലോ. ഇന്ത്യ മഹാരാജ്യത്തെ ലക്ഷക്കണക്കിന് വക്കീലന്മാരിൽ ഒരാൾ മാത്രമായ നിന്നെ കാണാൻ വരേണ്ട ഒരു കാര്യവും ശ്രീ മോഹൻലാലിനില്ല. പക്ഷേ ഒരു വില്ലേജ് ഓഫീസറുടെ കഥ സിനിമയാക്കുമ്പോൾ ശ്രീ മോഹൻലാൽ എന്നെയാണ് കാണാൻ വരുന്നതെന്ന് പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കും, അല്ലേ? ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നല്ല കഥ ഉണ്ടാക്കാൻ പറ്റില്ല. മോഹനയുടെ സമയം കിട്ടിയതുകൊണ്ട് വലിയ കഥ ഉണ്ടാക്കി പറഞ്ഞു, അത് അത്രേ ഉള്ളൂ. ഞാൻ കഥയുണ്ടാക്കി പറഞ്ഞാലും ഇല്ലെങ്കിലും നാട്ടുകാർ വിശ്വസിക്കും. സുധാകരന്റെ അച്ഛൻ ശങ്കരൻകുട്ടി ചേട്ടൻ ഇന്ന് ആശുപത്രിയിൽ പോകുന്നു എന്നുണ്ടെങ്കിൽ അത് എന്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. നീ പോയി ശങ്കരൻകുട്ടി ചേട്ടനോട് ഇന്ന് ആശുപത്രി പോകണമെന്ന് പറഞ്ഞാൽ ശങ്കരൻകുട്ടി ചേട്ടൻ കേൾക്കുവോ? ഇനിയെങ്കിലും സമ്മതിച്ചുകൂടെ നാട്ടുകാർക്കിടയിൽ നിനക്കുള്ളതിന്റെ 100 ഇരട്ടി മഹത്വം കെ മോഹനകൃഷ്ണൻ സാറിനുണ്ട് എന്നുള്ളത്? പറയൂ. ഇനി പൊങ്ങച്ച പറഞ്ഞോണ്ടിരുന്ന ഷർട്ട് മുട്ട് തേക്കാൻ വൈകും. അപ്പൊ പിന്നെ എന്നെ കുറ്റം പറയരുത്. അപ്പുറത്ത് കാണാൻ പോയിരിക്കേ. മത്സരത്തിൽ പരാജയപ്പെട്ട ഒരാളുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഒന്ന് പോ മോഹനേട്ടാ, ഇല്ലെങ്കിൽ ഞാൻ തേച്ച് തരൂല. ഇതെന്താ സുധാകര വഴിയിലിറങ്ങി നിൽക്കുന്നേ? ആ മോനീഷ സാർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിരുന്നു. സാറിനൊന്ന് കാണാനെന്താ. ഓ, അച്ഛൻ എങ്ങനെയുണ്ട്? ഓ, വ്യത്യാസമൊന്നുമില്ല. ആശുപത്രി പോയാലല്ലേ അസുഖം മാറും. അതിനച്ഛൻ തയ്യാറുമല്ല. ആ, ദാ വരുന്നു മോനീഷ സാർ. അപ്പൊ ഞാൻ വരട്ടെ. ഓ, ശരി ശരി. ആഹാ, നമസ്കാരം സാർ. നമസ്കാരം. സുധാകരൻ എന്തിനാ വഴി ഇറങ്ങിക്കുന്നേ? ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നല്ലോ. അല്ല, അത് പിന്നെ സുധാകരൻ ഒന്നും ഓർത്ത് പേടിക്കണ്ട. ശങ്കരൻകുട്ടി ചേട്ടനോട് ഞാൻ സംസാരിച്ചോളാം. സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ശങ്കരൻകുട്ടി ചേട്ടൻ ആശുപത്രിയിൽ പോകാൻ തയ്യാറായിക്കോളും. അല്ല സാറേ, അച്ഛനെ ഇന്ന് ആശുപത്രി കൊണ്ടുപോയി ശരിയാവില്ല. സാർ നാളെ സംസാരിച്ചാ മതി. സുധാകരൻ എന്തായി പറയുന്നേ? അസുഖമുള്ള ഒരാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്കല്ലേ വേണ്ടത്? സാറേ, ആശുപത്രി കൊണ്ടുപോയാൽ ചിലപ്പോ അവർ അച്ഛനെ അഡ്മിറ്റ് ചെയ്യും. അതെ, കൂടെ ഇരിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതിനെന്താ, അതൊരു മകന്റെ കടമയല്ലേ സുധാകര? അതെ, പക്ഷേ അച്ഛനെ നാളെയാലും ആശുപത്രി കൊണ്ടുപോകല്ലോ. പക്ഷേ മോഹൻലാലിനെ ഇന്നല്ലേ കാണാൻ പറ്റുള്ളൂ.
അതെ, മോഹൻലാൽ ഇന്ന് സാറിന്റെ വീട്ടിൽ വരുന്ന കാര്യം ഉത്തമൻ പറഞ്ഞിരുന്നു. ഉത്തമ, പുള്ളിക്കാരനെ ഒന്ന് കാണുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. വൈകിട്ട് ഞാൻ സാറിന്റെ വീട്ടിലേക്ക് വരും. അനുമോഹൻ എന്റെ വീട്ടിൽ വരുന്നുണ്ടല്ലേ? ഞാൻ ഉദവനെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞുണ്ടാക്കിയതല്ലേ? അതെന്നെ സാർ ഒഴിവാക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞാണെന്ന് എനിക്കറിയാം. ഞാൻ എന്തായാലും വൈകിട്ട് സാറിന്റെ വീട്ടിൽ വരും. ഞാൻ മാത്രമല്ല, പൗലോസും രാജപ്പനും എല്ലാരും ഉണ്ടാവും. അപ്പൊ ശരി സാറേ. അയ്യേ, സംഗതി സത്യം തന്നെയാ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ലാലേട്ടൻ എത്തുന്ന കേട്ടത്. ഇല്ലെന്നേ, മോഹനേഷ് സാർ ഞങ്ങളോട് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. സാറിന്റെ സ്വഭാവം അറിയാലോ. ലാലേട്ടൻ വന്നിട്ട് പോകുന്നവരെ ആരെ അറിയിക്കാതിരിക്കാനായിരുന്നു പരിപാടി. പക്ഷേ ഉത്തമ സംഗതി പരസ്യമാക്കി കളഞ്ഞു. അതെ അതെ അതെ, ഒരു കാര്യം ചെയ്താൽ മതി. കൃത്യം 5 മണിയാകുമ്പോൾ മോഹനേഷ് സാറിന്റെ വീടിന്റെ മുൻവശത്ത് എത്തിയാ മതി. റോഡിൽ നിന്നായാലും ലാലേട്ടനൊന്ന് കാണാലോ. അതെ അതെ അതെ, ശരി എന്നാ. ആരാ പ്രഭേ? എന്റെ അമ്മാവന്റെ മോളാ സുജാത. ലാലേട്ടൻ മോഹനേഷ് സാറിന്റെ വീട്ടിൽ വരുന്ന കാര്യം അവരെല്ലാവരും അറിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ മോഹനേഷ് സാറിന്റെ സ്വഭാവം ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് നമ്മളോട് പോലും പറഞ്ഞില്ലല്ലോ. പറയില്ല. സാർ ആരാ മോൻ? ആരും അറിയാതെ ലാലേട്ടനുമായി സംസാരിച്ചിട്ട് നാളെ രാവിലെ വന്ന് നമ്മളോട് പൊങ്ങച്ചം പറയാലോ. മോഹൻലാലിന്റെ സുഹൃത്താണ്, അടുത്ത പരിചയക്കാരനാണ്, എന്നെ കാണാൻ വീട്ടിൽ വരാറുണ്ടെന്നൊക്കെ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംഗതി നാട്ടുകാർ മുഴുവനും അറിഞ്ഞിരിക്കല്ലേ. കിഷൻകുട്ടിയുടെ ചായക്കിടയിൽ ഇത് തന്നെയായിരുന്നു ചർച്ച. എനിക്ക് തോന്നുന്നതേ ഇന്ന് വൈകുന്നേരത്തോടുകൂടി നാട്ടുകാർ മുഴുവനും മോഹനേഷ് സാറിന്റെ വീട്ടിൽ കാണുമെന്നാ. അത് ശരിയാ. എന്നാലും സാർ ഞങ്ങളോടെങ്കിലും ഒന്ന് പറയാമായിരുന്നു. നാട്ടുകാർ പറഞ്ഞ് ഞങ്ങൾ ഈ കാര്യം അറിയേണ്ടി വന്നതേ വലിയ കഷ്ടമായി പോയി. വെറുതെ ഉദവനെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ? അതൊക്കെ വിശ്വസിക്കായിരിക്കും. നിങ്ങൾ ഞാൻ എന്താ പറയേണ്ടത്? സാറേ, അതൊക്കെ സാറിന്റെ അടവാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയില്ലേ. ഈ നാട്ടില് സാറിന് ഏറ്റവും അധികം അടുപ്പമുള്ളത് ഉത്തമനായിട്ടാണല്ലോ. ഉത്തമൻ സാറിനെ പറ്റി ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യം തന്നെയായിരിക്കും. അതെ, സാർ ഇപ്പൊ എന്ത് പറഞ്ഞാലും വൈകുന്നേരം ഞങ്ങൾ വരും. ലാലേട്ടനെ ഒന്ന് നേരിട്ട് കാണുക എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ഞാൻ പറഞ്ഞ നിനക്കൊന്നും മനസ്സിലാവാത്ത കാര്യം എന്താ? ഈ മോഹൻലാൽ എന്ന് പറയുന്നത് അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അറിയൂലേ. സാർ അങ്ങനെ പറയൂ. എന്തായാലും ഞങ്ങൾ വരും സാർ. 5 മണി വരെ ആഫീസിൽ ഇരുന്നാ മതിയല്ലോ. അത് കഴിഞ്ഞ് എവിടെ പോണോന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാ. സാറിന്റെ വീട്ടിലോട്ട് വരാതിരുന്നാ മതിയല്ലോ. ഞങ്ങള് റോഡിൽ നിൽക്കും. ഞങ്ങള് മാത്രല്ല, ഈ നാട്ടുകാര് മുഴുവൻ ഉണ്ടാവും. ലാലേട്ടൻ കാറി വരുമ്പോ ഒന്ന് കണ്ടാ മതി ഞങ്ങൾക്ക്. ശരിയാ. ആരോടും പറയരുതെന്ന് ഉത്തമനോട് പറഞ്ഞു കാണും. പക്ഷെ ഉത്തമൻ അബദ്ധം പറ്റി പറഞ്ഞു കാണും. അതിന് ദേഷ്യ. ഹലോ, അതെ. ആ, എന്തൊക്കെയുണ്ട് ഹേമലത വിശേഷം? ഒന്ന് വിളിച്ചിട്ട് എത്ര നാളായി? ആരും മോഹൻലാലോ? ആര് പറഞ്ഞു? ആധാരം വെറുതെ പറഞ്ഞതാ. മോഹൻലാൽ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? അത് ശരിയല്ല. ഇല്ല, മോഹനേട്ടൻ ഇവിടെ ലാഭിച്ച് പഠിക്ക. 4 മണിയല്ലേ ആയുള്ളൂ. മോഹനേട്ടൻ വരുമ്പോ 5 കാലാവും. ഞാൻ എന്തിനാണ് നിന്നോട് കള്ളം പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യ. ഇതെങ്ങനെ നാട്ടുകാരറിഞ്ഞു?
അല്ല സാറെന്താ ഈ നേരത്തെ? ഇതെന്താ ഇത്ര നേരത്തെ? മണി 4 കഴിഞ്ഞല്ലേ? എവിടെയെങ്കിലും പോയാൽ പറ്റൂ. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. എങ്ങോട്ടെങ്കിലും പോയാൽ പറ്റും. എന്താ പ്രശ്നം പറ. ആ ഉത്തമൻ ഉണ്ടാക്കിയ പുലിവില്ല അതൊക്കെ. എന്താ മോഹൻലാൽ എന്നെ കാണാൻ വരുന്നത് ഉത്തമൻ കൃഷ്ണൻകുട്ടിയുടെ ചായ കടയിൽ പോയിരുന്നു പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്ത് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. വില്ലേജ് ഓഫീസിൽ ഇത് തന്നെയാണ് ചർച്ച. നാട്ടുകാർ മുഴുവൻ കൂടി ഒരു 5 മണിയാകുമ്പോ ഇവിടെ വലിയ കയറി വരും. അത് വെറുതെ പറഞ്ഞാന്ന് മോഹൻലാലിനെ പറഞ്ഞുകൂടായിരുന്നോ? പറഞ്ഞിട്ട് ആരും വിശ്വസിക്കണ്ടേ? ആരും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ കള്ളം പറയുന്നതാണ് നാട്ടുകാർ മുഴുവൻ വിശ്വസിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ചോദിക്കുന്നവരോട് മാത്രമല്ലേ നമുക്ക് മറുപടി പറയാൻ പറ്റൂ. നാട്ടുകാർ മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. അവരോടൊക്കെ നമ്മൾ എന്ത് പറയും? ഒരു വണ്ടിയിൽ മൈക്കോ ചേട്ടി പറയേണ്ട അവസ്ഥയല്ല. എന്തായാലും ഇവിടുത്തെ പ്രശ്നം. നാട്ടുകാരെല്ലാം കൂടെ വരുമ്പോ നമ്മൾ എന്ത് പറയും? അത് ഉത്തമം വെറുതെ പറഞ്ഞുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മതി. ഞാൻ വരുന്ന ആളുകൾ കുറെ നേരം നോക്കി നിന്നിട്ട് അങ്ങ് പൊയ്ക്കോളും. അതല്ല, എന്താ അടുത്ത പരിചയക്കാരും വേണ്ടപ്പെട്ടവരൊക്കെ കാണും. അവർക്കൊക്കെ ഒരു ചായ കൊടുക്കേണ്ടി വരും. അതൊക്കെ ഭയങ്കര ചെലവാ. അതുകൊണ്ട് ഇവിടുന്ന് മാറിയിരിക്കുന്ന ബുദ്ധി. അല്ല അത് വാതിലടച്ച് നമുക്ക് സ്ഥലം വിട്ടുകളയാം. വരുന്നവർ കുറച്ച് സമയം നോക്കി നിന്നിട്ട് അങ്ങ് പൊയ്ക്കോളും. അതേ ഉള്ളു വഴി. എങ്ങോട്ട് പോകുന്നാണ്? എവിടെയെങ്കിലും പോവാം. രാത്രി എങ്ങനെ വന്നാൽ മതി. എങ്കിൽ പിന്നെ ഒരു വഴിയുണ്ട്. നമുക്കൊരു സിനിമയ്ക്ക് പോവാം. സിനിമയും കണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് രാത്രി 10 മണിയാകുമ്പോൾ തിരിച്ചു വന്നാൽ മതി. അന്തം വിട്ട് നോക്കണ്ട. ഇവിടെ വരുന്നവർക്കൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കുന്ന വെച്ച് നോക്കുമ്പോ ഞാൻ പറഞ്ഞത് തന്നെയാണ് ലാഭം. ഞാൻ ചെയ്തു. ഉത്തമനോട് പറയാൻ വേറെ എന്തൊക്കെ കഥകളുണ്ടായിരുന്നു? നീ എന്തിനാ ഈ മോഹൻലാലിനെ കൈകറി പറയാമെന്ന്? ഞാൻ പറഞ്ഞത് ഉത്തമ വിശ്വസിച്ചില്ലല്ലോ. മോഹന്റെ പറഞ്ഞാണ് ഉത്തമ വിശ്വസിച്ചത്. അപ്പൊ അതെന്റെ തെറ്റാണോ? ഉത്തമനെ കുറ്റം പറഞ്ഞ മോഹനട്ടാ. മോഹൻലാലിനെ പോലെ ഒരാൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായാലും ഇങ്ങനെയല്ലേ പെരുമാറുള്ളൂ. എങ്കിൽ നമുക്കിന്ന് മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്ക് അങ്ങ് പോവാം. എങ്ങനെയുണ്ട്? നിർദോഷമായി പറഞ്ഞ ഒരു തമാശ പുലിവാലായി മാറുന്നത് ഇങ്ങനെയാണ്. നാട്ടുകാർ ഇളകി വരുന്നതിന് മുമ്പ് വില്ലേജ് ഓഫീസറും വക്കീലും രക്ഷപ്പെട്ടുകൊള്ളുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം.